എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഇന്നൊപ്പം ഉള്ളത് ഒരു പ്രത്യേക ആളുടെ കൂടെയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന, ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയംകാർക്ക് ഒരുപാട് പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ്. നമ്മുടെ VN വാസവൻ സാറിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. സർ, വെൽക്കം. നമസ്കാരം. എനിക്കെന്നും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. എനിക്കിന്ന് കുറേ സംശയങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് വർത്താനം പറയാനുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനൊന്നും ഫ്രീ ആയി കിട്ടുന്ന ഒരാളല്ല. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. ശരി, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതേ, ഈ VN വാസവൻ എന്നുള്ള പേരുണ്ടാവല്ലോ, ഈ പേര് ഞാൻ അങ്ങനെ അധികം ആരിലും കണ്ടിട്ടില്ല. വാസവൻ അങ്ങനെയുള്ള ഒരു പേര്. അപ്പൊ ചെറുപ്പകാലത്ത് ഇത് എങ്ങനെയായിരുന്നു? പണ്ട് എല്ലാവർക്കും എപ്പോഴും കേൾക്കുന്ന പേരുകളൊക്കെയാ കൂടുതലും. അപ്പൊ അങ്കിളിന് മാത്രം ഒരു വെറൈറ്റി പേരല്ലേ? അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്തു പറയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് എനിക്ക് പേരിട്ടല്ലോ. സ്വാഭാവികമായിട്ട് എന്റെ അച്ഛനും അമ്മയാണ് ആ പേര് കേട്ടിട്ടുള്ളത്. അവര് എനിക്ക് തോന്നുന്നു വിശ്വാസികളായിരുന്നു. അപ്പോ ഈ വാസവൻ എന്ന പേര് ദേവേന്ദ്രൻ എന്നാണ് എന്റെ പേര്. അങ്ങനെ വന്ന പേരാണ്. ആ പേര് ഇഷ്ടമാണോ? അതിൽ പേരായിരുന്നാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആസ്വദിക്കുമല്ലോ. അതെ, പ്രായഭേദം എന്നിങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളോ വലിയ ആൾക്കാരോ അങ്ങനെ ഒന്നും ഇല്ലാതെ എല്ലാവരും ഇഷ്ടത്തോടെ വാസവൻ ചേട്ടാന്നാ വിളിക്കുന്നത്. അതിനെ ഇങ്ങനെ നോക്കിക്കാണുന്നത് ഞാൻ മാത്രമായിരിക്കും വല്ലപ്പോഴൊക്കെ എന്നെ വിളിക്കുക. ബാക്കി എല്ലാവരും ഞാൻ കേട്ടിട്ടുള്ളതും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും വാസവൻ ചേട്ടൻ എന്നാ. അത് പൊതുവിൽ ആളുകളുമായിട്ടുള്ള ഒരു ഇന്റിമസിയാണ്. ഞാനിപ്പോ മന്ത്രിയായിട്ട് പ്രസ് ക്ലബിൽ വന്നപ്പോ എന്നെ കുറെ പത്രപ്രവർത്തകർ വാസവൻ സാറേ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കത് ചൊറിയുന്നു. അപ്പൊ മുമ്പെല്ലാം നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് വാസവൻ ചേട്ടൻ. അപ്പൊ നമ്മളോടൊരു ഇന്റിമസിയാണത്. അത് മാറേണ്ട കാര്യമില്ല. ഞാൻ ഏത് പദവിയിലെത്തിയാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അത് ആളുകളുമായിട്ടുള്ള ഏറ്റവും നല്ല സൗഹൃദവും ബന്ധവും ഉള്ളതുകൊണ്ട് തന്നെ എന്നെക്കാൾ പ്രായമുള്ളവരും ചിലപ്പോൾ തന്നെ വാസവൻ വിളിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്നു. അത് കണ്ടുകൊണ്ട് സന്തോഷവും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയാം, അച്ഛയും അമ്മയും പറ്റിയ കുഞ്ഞിലത്തെ കാലം ഓർക്കുമ്പോൾ എന്താ ആദ്യം ഓർമ്മ വരിക? എന്നെ ഏറ്റവും സ്നേഹവാത്സല്യത്തോടു കൂടി തന്നെയാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എന്നെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ വീട്ടിലെ മറ്റാളുകൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഘട്ടത്തിലും അച്ഛൻ പ്രത്യേകമായി താല്പര്യമെടുത്ത് ഒരു 9 മൈൽ നടന്നാണ് ഞാൻ കിഴവൻകുളം NSS ഹൈസ്കൂളിലാണ് പഠിക്കാൻ പോയിരുന്നത്. അന്ന് അന്നത്തെ കാലത്ത് 9 മൈൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്നത്തെ എത്ര കിലോമീറ്ററാണ്. അവിടെ നിന്നാണ് SLC പാസ്സാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു. പിന്നീട് അമ്മയുടെ സംരക്ഷണമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു സാധാരണ കുടുംബമായിരുന്നു. പ്രാഥമികമായ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് പോകുന്ന രംഗത്ത് ഇന്ന് സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രിക്ക് പ്രൈവറ്റായി പോയി തുടക്കം കുറിച്ചില്ല. അപ്പോൾ ITI കിട്ടി. പിന്നെ ITI പോവുകയാണ് ചെയ്തത്. ITI വിദ്യാഭ്യാസം 2 വർഷക്കാലം നീണ്ടുള്ള ഏറ്റുമാനൂരായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു പ്രധാനമായും കഴിഞ്ഞിരുന്നത്. അതിനുശേഷം അവിടെ നിന്നാണ് പൊതു രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിലേക്ക് വരാൻ SFI എന്ന പ്രസ്ഥാനം 1970 കൽക്കട്ടയിൽ വെച്ചുള്ളത്. ഞങ്ങൾ 72-73 കാലഘട്ടമാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥി സംഘടന ആദ്യം അവിടെ ഉണ്ടാകുമ്പോൾ അതിലാദ്യം യൂണിറ്റിൽ അംഗമാകാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ആദ്യത്തെ വരെ SFIയിലാണ്. അതിനുശേഷം പിന്നീട് നാട്ടിൽ വന്ന് അന്ന് KSYF എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമുണ്ട്. ആ യുവജന പ്രസ്ഥാനമൊക്കെ ആയി ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു. പിന്നീട് അടിയന്തരാവസ്ഥയുടെ ഒരു കാലഘട്ടം അപ്പം വരികയാണ്. ആ കാലഘട്ടത്തിൽ നാട്ടിൽ പൊതുവായി സംഘടിക്കാനോ സമരം ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സന്ദർഭം വന്നപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ യൗവനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉയർന്നു വന്നു. ആ കൂട്ടായ്മയിൽ ഞാൻ ഭാഗവാക്കായിരുന്നു. 1 മാസക്കാലത്തോളം ആ ഘട്ടത്തിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നിരുന്നു. അതൊരു സമരവുമായി ബന്ധപ്പെട്ടാണ്. കർഷക തൊഴിലാളികളുടെ വേതന പരിഷ്കാരവുമായി ബന്ധപ്പെട്ട സമരം ഉയർന്നു വന്നപ്പോൾ ആ സമരമുഖത്ത് സജീവ സാന്നിധ്യമായി ഞങ്ങളെല്ലാം നിലകൊണ്ടു. അതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഞങ്ങൾക്ക് പ്രതിയെടുത്ത് അന്നത്തെ പോലീസ് കേസെടുത്തു. അപ്പോൾ അതിനെ തുടർന്ന് കോടതിയെല്ലാം അടവായിരുന്നുകൊണ്ട് 1 മാസം ഒളിവിൽ പോയി താമസിക്കേണ്ടി വന്നു.
അങ്ങനെ ഒളിവിൽ താമസിച്ച് പിന്നീട് കോടതി തുറന്നു കഴിഞ്ഞ് ജാമ്യം എടുക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് പിന്നെ പുറത്ത് വരാൻ കഴിഞ്ഞത്. സിനിമ കാണുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊക്കെ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത്രയും അടുത്ത് ഇങ്ങനെ നടന്നൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ തോന്നിയത് എൻ്റെ മേഖല രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം, അങ്ങനെ ഒരു ഇഷ്ടം രാഷ്ട്രീയത്തോട് തോന്നുന്നത് ഏത് പ്രായത്തിലാണ്? അന്നത്തെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, KSYF, കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ. മഹാനായ AKGയുടെ നേതൃത്വത്തിലായിരുന്നു അത് രൂപം കൊണ്ടത്. അപ്പോൾ അടിയന്തരാവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആദ്യം ഞങ്ങൾ സാംസ്കാരിക രംഗത്താണ് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊന്ന് സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയായി ബന്ധപ്പെട്ട് അയർപ്പുറത്ത് വെച്ചിട്ട് വലിയ സെമിനാറൊക്കെ സംഘടിപ്പിച്ച് അന്ന് തായാട്ടി ശങ്കരന്, അതുപോലെ തന്നെ കൊടുപ്പുന്ന, നമ്മുടെ MN കുറുപ്പ്, P. ഗോവിന്ദപിള്ള, ഏഴാശ്ശേരി രാമേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കേരളത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാർ, കലാകാരന്മാരെല്ലാം പങ്കെടുത്ത ഒരു വലിയ സെമിനാർ. അത് സംഘടിപ്പിക്കുന്ന രംഗത്ത് ഞാനും ഭാഗമാക്കായിരുന്നു. അങ്ങനെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൊതുവിൽ ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. പിന്നീട് പാർട്ടി രംഗത്ത് വരുമ്പോൾ ഈ പരസ്യമായി ചില പ്രവർത്തനങ്ങൾക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് അന്ന് സൈക്ലോസ്റ്റേജ് ചെയ്ത കത്തുകൾ കൊണ്ടുപോയി വിവിധ പാർട്ടി കമ്മിറ്റികൾക്ക് കൊടുക്കുന്നൊരു പ്രവർത്തനമുണ്ട്. അത് ശ്രദ്ധിച്ച് ആരെയും കാണാതെ ഒളിവിൽ കൊണ്ടു നടന്ന് കൊടുക്കുന്നൊരു പ്രവർത്തനം അന്ന് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയപ്പോൾ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് TK രാമകൃഷ്ണൻ ഒളിവിൽ ഇരുന്നുകൊണ്ട് കോട്ടയത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി നയിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അന്ന് സൈക്ലോസ്റ്റേജ് ചെയ്ത മെസ്സേജ് വരുമ്പോൾ, അല്ലെങ്കിൽ സർക്കുലർ വരുമ്പോൾ, ആ സർക്കുലർ വിവിധ ഘടകങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇടപെടുന്ന യൂത്തിൻ്റെ ഓർഗനൈസറായിരുന്നു ഞാൻ. അതോടൊപ്പം ആ കാലഘട്ടത്തിൽ മേഖലാ കമ്മിറ്റികൾ രൂപീകരിച്ച് പാർട്ടി പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ അതിൽ അംഗമാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിലക്കും കൽപ്പിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളുമായി അന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സജീവമായി വന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ അന്നൊരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലുമുള്ള പ്രതീക്ഷ ഒരാൾക്കും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് അമിതാധികാര ശക്തിയായി ഭരണാധികാരികൾ മാറി, രാജ്യത്ത് പത്രസ്വാതന്ത്ര്യം നിഷേധിച്ച് ജനാധിപത്യാവകാശങ്ങൾ കശാപ്പ് ചെയ്ത് ഈ എതിർക്കുന്നവരെല്ലാം കയ്യാമം വെച്ച് കൽത്തുറങ്കടച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ അതിഭീകരമായ മർദ്ദനങ്ങളും, രാജൻ കേസ്, വിജയൻ കേസ്, കണ്ണൻ കേസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകളെ ലോക്കപ്പിൽ മർദ്ദിച്ചും തല്ലിക്കൊന്നുമുള്ള സംഭവം. അത് മുഖ്യമന്ത്രിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരമായ മർദ്ദനത്തിന്, അതും നമ്മുടെ ഈ ജില്ലക്കാരനായ ജോസഫ് തോമസ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറായിരുന്നു അന്ന് കണ്ണൂർ SP. അദ്ദേഹത്തെ ഒരു തിരിച്ചും മറിച്ചുവിട്ട് ഇടിച്ചും തല്ലിയും കാല് ചവിട്ടി ഓടിക്കുകയും ചെയ്ത അത്തരത്തിലുള്ള ഭീകരമർദ്ദനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അതുപോലുള്ള മർദ്ദനങ്ങളേറ്റവും നിരവധി നേതാക്കന്മാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. ഞങ്ങൾക്കെല്ലാം ആ കാലഘട്ടത്തിൽ ഒളിവിലും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള കേസുകളിലെല്ലാം പ്രതിയായി മാറി താമസിക്കേണ്ടി വന്നുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങൾ ഈ ഏറ്റുമാനൂർ ITയിൽ പഠിക്കുമ്പോഴാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റുമാനൂർ തന്നെ അതിൻ്റെയൊക്കെ ഒരു തട്ടകമായിട്ട് മാറി, ഏറ്റുമാനൂരുകാരുടെ എല്ലാമായിട്ട് നിൽക്കുകയാണ്. അപ്പം എന്താ മനസ്സിൽ തോന്നുന്നത്? അത് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് കലാലയ മുറ്റത്ത് നിന്നാണ്. ആ കലാലയം ഉൾക്കൊള്ളുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഇപ്പോൾ ജയിച്ച് അവിടുത്തെ ജനപ്രതിനിധിയായും ഒപ്പം ഭരണത്തിൽ ഒരു മന്ത്രിയാകാനും കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കോട്ടയത്ത് മത്സരിച്ച് കോട്ടയം MLA ആയിരുന്നു. പിന്നീടാണ് ഏറ്റുമാനൂരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജയവും പരാജയവും അറിഞ്ഞ് മുന്നോട്ട് വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ആദ്യം മത്സരിച്ച പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി ബഹുമാനായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായിട്ടാണ് എൻ്റെ 1987 ആദ്യത്തെ മത്സരം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരായി അതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഏതാണ്ട് 90,000-ഓളം വോട്ടിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതുവരെ പുള്ളി 20,000-25,000 ഇടയ്ക്കായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമായിരുന്നല്ലോ, എപ്പോഴും ഒരു സ്നേഹബന്ധം ഒരുപാടുണ്ടായിരുന്നു നമുക്കറിയാം. കാരണം അദ്ദേഹം മരിച്ച ആ സമയത്തൊക്കെ വിലാപയാത്രയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പുറമേ കാണുന്ന ഇങ്ങനെ എതിര് നിന്ന് മത്സരിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു കുടുംബം പോലുള്ള ബന്ധം രണ്ടുപേർക്കിടയിലുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരിക്കലും വ്യക്തി വൈരാഗ്യങ്ങളോ പ്രതികാര ബുദ്ധിയോ പാടില്ല. അദ്ദേഹം ഉന്നതനായ രാഷ്ട്രീയ നേതാവും കേരളത്തിന്റെ
ബഹുമാനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മൺമറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനം തിരുവനന്തപുരത്തെ വീട്ടിൽ പോയി ഭൗതിക ശരീരം പുതുപ്പള്ളി കൊണ്ടുവരുന്നിടം വരെ രാവും പകലും അദ്ദേഹത്തിൻ്റെ ബോഡിയോടൊപ്പം സഞ്ചരിച്ച ഏക മന്ത്രി ഞാനാണ്. ഏക പൊതുപ്രവർത്തകൻ, പ്രതിപക്ഷത്ത് മറ്റ് ഭരണപക്ഷത്ത് ഞാനായിരുന്നു. അത് അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ഏതാണ്ട് ശവസംസ്കാരം തീരുന്നത് വരെ ആ ബോഡിയോടൊപ്പം സഞ്ചരിക്കുകയും അതിന് മുഴുവൻ സമയം സാന്നിധ്യമായിരുന്നു. നമ്മൾ രാഷ്ട്രീയത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും മത്സരിക്കുന്ന രണ്ട് ആശയങ്ങളാണ്. ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടുന്നിടത്ത് നമുക്ക് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി അത് രൂപാന്തരപ്പെട്ടുകൊണ്ട് എപ്പോഴും മത്സരങ്ങൾ അവസാനിക്കേണ്ടത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലായിരിക്കും, ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിപരമായ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ജയിച്ചു വരിക, മറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന മഹത്തായ ഒരു ആശയവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ സേവനവും പ്രവർത്തനവുമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഘടകം. അതിനെ വിസ്മരിച്ചുകൊണ്ടായിരിക്കരുത് നമ്മുടെ ഈ രംഗത്തെ പോരാട്ടങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാമായി ഒരു ധാരണ എനിക്ക് ഉണ്ടായിക്കൂടാ. അതൊരു അഹന്തയായി മാറും. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിൻ്റെ സങ്കല്പം. അപ്പോൾ എനിക്ക് ഈ ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ പോകുമ്പോൾ, ഞാനിപ്പോൾ 5 വർഷം MLA ആയിരുന്നു ഇവിടെ. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ ആദ്യം തന്നെ കോട്ടയത്തായിരുന്നപ്പോഴും ഏറ്റുമാനൂർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം എല്ലാ ബഹുജനങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു ശില്പശാല സംഘടിപ്പിച്ചു. എന്നുവെച്ചാൽ ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, മാധ്യമ സുഹൃത്തുക്കൾ ഇവരെല്ലാം വിളിച്ച് ചേർത്തിട്ട് ഒരു ശില്പശാല സംഘടിപ്പിക്കും. എന്നിട്ട് അതിൽ എൻ്റെ വിഷൻ അവതരിപ്പിക്കും. അതിൽ വന്നിരിക്കുന്നവരുടെ അഭിപ്രായം ഇങ്ങോട്ട് സ്വീകരിക്കും. രണ്ടും കൂട്ടിച്ചേർത്തൊരു ഷെൽഫ് ഓഫ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ നടപ്പാക്കുക. അപ്പോൾ ഞാൻ ഏറ്റുമാനൂരായപ്പോൾ കൃത്യമായി പറഞ്ഞു, ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രോജക്റ്റിൽ എത്ര കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പരിശോധിക്കാൻ നിങ്ങളെ വിളിച്ചു കൂട്ടി സംസാരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. എല്ലാവരും വന്നു. 2 വർഷം കൃത്യം കഴിഞ്ഞപ്പോൾ അതിരപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ വിഭാവനം ചെയ്ത പ്രോജക്റ്റ് എത്രത്തോളമായി എന്ന് പരിശോധിച്ചു. 80% കാര്യമായി. വീണ്ടും പറഞ്ഞു അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കൂടും അവലോകനം. ആ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ചെയ്തു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ, അങ്ങനെ 4.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി. ആദ്യം കൂടിയവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അന്ന് പറഞ്ഞതിൽ ഇത്ര കാര്യങ്ങൾ നടപ്പായി. 99% കാര്യങ്ങൾ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. പറയാത്ത ചില കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഒരു രേഖയാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ എൻ്റെ മണ്ഡലത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി ഒരു 4000-ൽ പരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം കൃത്യമായി രേഖയാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് QR കോഡ് ഉണ്ടാക്കി എല്ലാവർക്കും വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ കൂടി പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായി. ഇങ്ങനെ കേരളത്തിൽ ആരും വേറെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതുകൊണ്ട് ഏറ്റുമാനൂരുകാർ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ ഒരാളാണെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, വാസവൻ ചേട്ടൻ്റെ OP എന്ന് പറഞ്ഞിട്ട് അങ്കിളിന് ഒരു OP ടൈമുണ്ട്. അവിടെ എത്രയധികം ആൾക്കാരാണ് ഒരു ദിവസം കാണാൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള ആളുകളും വ്യത്യസ്ത പ്രശ്നങ്ങളുമായിട്ടാണ് വരിക. അതിൽ ചിലത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്, ചിലതിൽ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത്, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്, ചിലത് ജനകീയ പ്രശ്നങ്ങൾ നാട്ടിൽ ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതുണ്ട്, പിന്നെ ചിലരെ വ്യക്തിപരമായി സഹായിക്കേണ്ടതുണ്ട്, ചിലർക്ക് ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുന്ന ആളുകളെ ഓരോ തരത്തിൽ അവർക്ക് മുഷിപ്പില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി വിടുകയും ഒപ്പം ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യുകയും ചെയ്യുക. അത് പിന്നീട് മാറ്റി വയ്ക്കില്ല. പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി ഫയലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നൊരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. അത് വന്ന ആളുകൾ ഈ വലിയ ആൾക്കൂട്ടായി കഴിഞ്ഞപ്പോൾ ആളുകൾ OP എന്ന് പറയാൻ തുടങ്ങി. ഓരോരുത്തരെ വിളിച്ചു ഇന്നിപ്പോ പോണം, ഇത് കഴിയുമ്പോൾ തുടങ്ങി. വേറൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ എന്താണെന്നറിയാവോ? അത് എപ്പോഴും ഇങ്ങനെ മുടി ചീകും, ഇങ്ങനത്തെ വെള്ള ഉടുപ്പിടും. അങ്ങനെ അത് ഒരു ഘട്ടത്തിൽ പൊതുപ്രവർത്തകര് ഈ വെള്ളയ്ക്കുള്ളൊരു പ്രാധാന്യം ഒന്ന് സമാധാനത്തിന്റെ സന്ദേശമാണ്. അതോടൊപ്പം തന്നെ പൊതുവിൽ ഒരു ഐഡന്റിറ്റി അതിന് വെള്ളയ്ക്കുണ്ട്. വെള്ളവസ്ത്രം പൊതുവിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ മുടിയോ ഈ ഹെയർ സ്റ്റൈലോ അതിങ്ങനെ തന്നെ കണ്ടുപിടിച്ചൊരു സ്റ്റൈലാണ്. വളരെ കാലങ്ങളായിട്ടുള്ളതാ. ഈ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴൊക്കെ ഈ സ്റ്റൈൽ തന്നെയാണ്.
അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ മൊത്തത്തിൽ ജെൻസി എന്നാണ് വിളിക്കുക. ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളും അല്ലെങ്കിൽ കുറച്ച് പുതിയ വാക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ ആങ്കിൾ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കി കാണാം? ഞങ്ങൾ പൂക്കി, സ്കിബിഡി അങ്ങനെയൊക്കെ പറയും. അതെന്തെങ്കിലും അറിയോ? കാലത്തിനടുത്ത് കോലം കെട്ടുക എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും അറിയോ? അത് ചിലതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാറില്ല. ഇന്നൊന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് പോണം. ഇങ്ങനെ 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 ഒന്ന് കൈപിടിക്ക്, ഇങ്ങനെ 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 അങ്ങനെ. ഇതാണ് ഇത് പൂക്കി, ഇത് നമ്മൾ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ് എല്ലാരും. അപ്പോ ഇങ്ങനത്തെ കുറെ വാക്കുകളും ഞങ്ങളുടേതായ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോഴത്തെ ഇഷ്ടങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമല്ലേ. അതിനെയൊക്കെ അങ്കിൾ എങ്ങനെയാ നോക്കിക്കാണ്? ഇത് ഇഷ്ടമായും എല്ലായ്പ്പോഴും കുട്ടികളെ മനസ്സ് തുറന്ന് ആനന്ദത്തിലേക്ക് ഒപ്പം വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കും കടക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ് മുതിർന്നവരുടെ ഈ കാലഘട്ടത്തിലെ കുട്ടികളോടുള്ള സമീപനം സ്വീകരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് അവർക്ക് ആനന്ദമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള പ്രയോഗമായിട്ട് വന്നാലും നമ്മളതിനെ നിരാകരിക്കേണ്ടതില്ല. അതിനെ നമ്മൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിദേശ യാത്രകളൊക്കെ പോവല്ലോ, ഇഷ്ടംപോലെ വിദേശ ട്രിപ്പൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി പോകുമ്പോഴും ഒക്കെ അവിടെയൊക്കെ കാണുന്ന ചില രീതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിൽ പൊതുവിൽ ഒരുപാട് വിദേശ യാത്ര ഞാൻ പോയിട്ടില്ല. പൊതുവിൽ പോയിട്ടുള്ള ബഹ്റിനിൽ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, ഷാർജയിൽ പോയിട്ടുണ്ട്, അബുദാബി തുടങ്ങിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയതുപോലെ തന്നെ പിന്നീട് ജോർദാൻ, മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കോൺഫറൻസിൽ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയി. അതിൽ രാജ്യത്തെ തന്നെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഏഷ്യ പസഫിക്കിന്റെ ഉച്ചകോടിയായിരുന്നു. ആ ഉച്ചകോടിയിൽ ഒരു രാജ്യത്തിനൊരു പ്രതിനിധിയാണ്. അപ്പോൾ ഇന്ത്യയെ മാത്രമേ അതിലേക്ക് ക്ഷണിക്കാൻ, പക്ഷേ കേരളത്തെ കൂടെ ക്ഷണിച്ചിരുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഉള്ളടക്കം പരിശോധിച്ചിട്ടാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നമ്മളെ കൂടെ ക്ഷണിച്ചത്. അവിടെ ചെന്നപ്പോൾ ബഹുമാനായ അമിത്ഷാ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് വരേണ്ട മന്ത്രി വന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ റെപ്രസെന്റ് തന്നെ സംസാരിക്കാനുള്ള അവസരം എനിക്ക് അവിടെ ജോർദാനിൽ കിട്ടി. അപ്പോൾ അതൊരു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വന്ന ഡിസ്കഷനിൽ പല രാജ്യങ്ങളുടെ പ്രവർത്തികൾ കേട്ടപ്പോൾ നമ്മുടെ ഇതിന് മുമ്പിൽ ആരുമില്ല, പക്ഷേ നമ്മുടെ ഇവിടെ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചില രാജ്യങ്ങളുണ്ട്. അത് പിന്നീട് നമ്മുടെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് ചില നീക്കങ്ങൾ നമ്മൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ തിരക്കൊഴിഞ്ഞ സമയങ്ങളില്ല എന്നെനിക്കറിയാം, എന്നാലും ഈ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്നത് സിനിമ തന്നെയാണ്. ആദ്യം നാടകമായിരുന്നു. നാടകം ഒരുപക്ഷെ കഥാപ്രസംഗമാണ് ജനകീയ കലകൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിനിമ. ആ സിനിമയിൽ തന്നെ നല്ല മൂല്യാധിഷ്ഠിത ഉള്ളടക്കമുള്ള നിരവധി സിനിമകൾ. ഞാൻ ഇപ്പം ഏറ്റവും അവസാനം കണ്ട മോളുടെ തന്നെ ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു, പ്രൈവറ്റ്. അതിൽ ഇന്ദ്രൻസും മോളും കൂടെ മത്സരിച്ച് അഭിനയിക്കുക. വാസ്തവത്തിൽ അല്ല, എനിക്കിങ്ങനെ തോന്നി, രണ്ടുപേരും തമ്മിൽ ഒരു ഒരു മത്സരാഭിനയം അതിനകത്ത് നടന്നിരിക്കുന്നത്. അത് ഒരിക്കലും മോൾ അത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഒരു ദുരന്തമുഖങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അങ്കിള്. ഇത് അങ്കിള് പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ ഞാൻ പുറത്തു നിന്നുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്കിളിന് ഇതിനെപ്പറ്റി എന്താ മനസ്സിൽ ഇത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് എന്താ തോന്നുന്നത്? നമുക്ക് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സന്ദർഭത്തിൽ സഹായഹസ്തവുമായി ഓടിയെത്തുമ്പോഴാണ് ഒരു വിശ്വമാനവീയത ജനിക്കുന്നത്. അവിടെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ പ്രസക്തി, ഒരു വിശ്വമാനവീയത. അതുകൊണ്ട് തന്നെ എൻ്റെ പൊതുജീവിതത്തിലെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ആതുര സേവന രംഗത്തും ദുരന്തമുഖങ്ങളിലുമായിട്ടുണ്ട്. ഈ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള, മറു ജില്ലയിലും ഉണ്ടായിട്ടുള്ള ഒട്ടനവധി ദുരന്തങ്ങൾ. ഇപ്പോൾ 16 പേര് കത്തിക്കരിഞ്ഞ ഒരു സംഭവമാണ് ഏതാണ്ട് 28 വർഷങ്ങൾക്ക് മുമ്പ് അയ്യങ്കൊമ്പ് ബസ് ദുരന്തം. ആ ദുരന്തമുഖത്ത് ആദ്യത്തെ ഫോൺ എനിക്കായിരുന്നു. ഞാൻ അന്ന് CM EK നായനാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവർ തിരിച്ച് കളക്ടർ SP പറഞ്ഞു. ഞാനന്ന് ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാനവിടെ എത്തിക്കഴിയുമ്പോൾ 16 പേര് കത്തിക്കരിഞ്ഞ് കിടക്കും. ഒരുപാട് ആളുകൾക്ക് പൊള്ളലേറ്റിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് കത്തിക്കരിഞ്ഞവരെയെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക, പൊള്ളലേറ്റവരെയെല്ലാം ബേൺസ് ICU ഉണ്ടാക്കി അവരെ ശുശ്രൂഷിക്കുക. ഈ പ്രവർത്തന രംഗത്ത് പൂർണ്ണമായി ഈ ബോഡി പെറുക്കാനും അവരെ കയറ്റിക്കൊണ്ടുവരാനും മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും പിറ്റേ ദിവസം 4 മണിയോടുകൂടി ആണ് ഈ കത്തിക്കരിഞ്ഞ 16 പേരുടെ പോസ്റ്റ്മോർട്ടം നടത്തി എല്ലാവരുടെയും വീടുകൾ. അതുവരെ ഇന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹയും അന്ന് അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറാണ്, അദ്ദേഹവും ഞാനും മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനോടൊപ്പം ഉണ്ടായിരുന്നത്. അത് ആളുകൾ ഇന്നും സൂചിപ്പിക്കുകയും പത്രങ്ങളൊക്കെ വലിയ രൂപത്തിൽ എഴുതുകയും ചെയ്തൊരു സംഭവമാണ്.
അപ്പോൾ ആദ്യം ഈ വാർത്ത എനിക്കാണ് ഫോൺ ചെയ്ത ഒരാൾ അറിയിക്കുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ജില്ലയിലെ കുമരകം ബോട്ടപകടം 28 പേർ മരിച്ച സംഭവം, ചങ്ങനാശ്ശേരി ടിപ്പറപകടം 10 പേർ മരിച്ച സംഭവം, കടുവാപ്പാറ ബസ് അപകടം നിരവധി ആളുകൾ മരിക്കുകയും പരിക്കേറ്റതാണ്. ശബരിമല സ്റ്റാമ്പേഡ് ആദ്യം ഉണ്ടായി 33 പേര് മരിച്ചതാണ്. രണ്ടാമത് പുല്ലുമേട് ദുരന്തം ഉണ്ടാകുമ്പോൾ 120 പേര് മരിച്ചതാണ്. തേക്കടി ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ബോട്ട് മുങ്ങി ഭയാനകമായ രൂപത്തിലുണ്ടായ ദുരന്തമുണ്ടായ ആളുകൾ മരിച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഒരു വിമാനം വീണുണ്ടായ സംഭവം, നമ്മുടെ തുരുത്തിയിലെ ലോറി അപകടം, ഇങ്ങനെ തുടങ്ങി ഈ ജില്ലയിലെയും അടുത്ത ജില്ലയിലെയും ചെറുതും വലുതുമായ ഈ അപകടങ്ങളുണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ മെഡിക്കൽ കോളേജിലും ദുരന്തമുഖത്തും പോയി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഏറ്റെടുത്ത് ജനങ്ങളെ ആശ്വസിപ്പിച്ചും സഹായിച്ചുമുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു. ഏറ്റവും അവസാനം വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും 4 ദിവസം വയനാട്ടിൽ മന്ത്രി എന്ന നിലയിൽ പോയി നിന്നിരുന്നു. അപ്പോൾ സാധാരണ ഒരു ദുരന്തമുണ്ടായാൽ ദുരന്തമുഖത്ത് സമയബന്ധിതമായി നമ്മൾ പോയാൽ ചില ജീവൻ രക്ഷിക്കാൻ കഴിയും, അതുപോലെ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കാൻ കഴിയും, ഒട്ടേറെ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയും. അവിടെ കാഴ്ചക്കാരായി മാറരുത്. അവിടെ എല്ലായ്പ്പോഴും പൊതുപ്രവർത്തകർ എന്തൊക്കെ നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ, അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് ദുരന്തം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യാൻ കഴിയും. അത് ഇവിടെ തന്നെ പല അനുഭവങ്ങൾ. ഒരു ആക്രിക്കടയിൽ സ്ഫോടക വസ്തു കൂടത്തിനടിച്ച് പൊട്ടിത്തെറിച്ച് 2 പേര് ചിന്നിച്ചിതറിപ്പോയി. ഒരാൾ മരണതുല്യമായി കൈ പോയി, കാല് പോയി, കണ്ണ് പോയി, ആശുപത്രി വന്നു. ഞാൻ ആ സമയത്ത് ഓടിച്ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നൗ ഹീ ഈസ് തിങ്കിങ് ഇറ്റ് ഈസ് ഹോപ്പ്ലെസ് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ അങ്ങ് പോയി. ഞാൻ ആ ഡോക്ടറെ പുറകെ പോയി തൊഴുതു പിടിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് പൾസുണ്ട്, നമുക്ക് ശ്രമിച്ചാൽ അയാളെ രക്ഷിക്കാം. അപ്പോൾ ഡോക്ടർ തിരിഞ്ഞിട്ടിനോട് പറഞ്ഞു, അയാളുടെ ഒരു കണ്ണ് പോയി, കാല് പോയി, കൈ പോയി, അയാൾ ജീവിച്ച് കഴിഞ്ഞിട്ട്. ആ ഡോക്ടർ ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മെഡിക്കൽ എത്തിക്സിന് ചേർന്നതാണോ ആ പ്രയോഗം? നിശ്ചയമായും ഒരു ജീവൻ്റെ തുടിപ്പല്ലേ, നമുക്ക് രക്ഷിക്കണം. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു തിയേറ്ററിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കക്ഷിയെ കൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ പോയി. രാത്രി മുഴുവൻ വന്നിട്ട് 14 ബോട്ടിൽ ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. ഒരു കാല് കട്ട് ചെയ്തു, ഒരു കൈ കട്ട് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാല് വെച്ച്, പിന്നീട് കൈ വെച്ചു, പിന്നീട് ഒരു കണ്ണിന് കാഴ്ച കിട്ടി. ഇപ്പോൾ അദ്ദേഹം ലോട്ടറി വിറ്റും വെള്ളം വിറ്റും ജീവിക്കും. പറഞ്ഞ ഒരാളെ രക്ഷിക്കാൻ കഴിയുന്ന ഇതുപോലുള്ള എല്ലാം അനുഭവം. നിരവധി സംഭവങ്ങൾ ഇതുപോലുണ്ട്. നിരവധി ആളുകളെ ജീവൻ രക്ഷിക്കാൻ സമയത്തുള്ള മെഡിക്കൽ കോളേജിലെ ഇടപെടൽ. ആ ഇടപെടലിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. അത് BJP-കാരെയും കൊണ്ടുപോയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരെയും കൊണ്ടുപോയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരെയും കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അപകടമാണോ, ആരെ സഹായിക്കണോ അവിടെ പോയി ചെയ്യാറുണ്ട്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 4 പതിറ്റാണ്ടിലേറെ കാലമായി ഇവിടെ വരുന്ന എല്ലാ ദുരന്തങ്ങളിലും മാസ് കാഷ്വാലിറ്റിയിലും ഇടപെടാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്. ഏറ്റവും അവസാനം കോവിഡ് വന്നപ്പോൾ ഞങ്ങളായിരുന്നു 1.5 വർഷക്കാലം കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ഭക്ഷണം കൊടുത്തുകൊണ്ട്. അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ 15,65,000 പേർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു സൗജന്യമായി. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടിരിപ്പുകാർക്ക്, രോഗികൾക്ക്, കോവിഡ് രോഗികൾക്ക് ഏതാണ്ട് 3000-ലധികം IP ഉണ്ടായിരുന്നു അന്ന്. എല്ലാ കടകളും പൂട്ടി ലോക്ക്ഡൗൺ വന്നപ്പോൾ. അപ്പോൾ കളക്ടർ SP കൂടെ ചോദിച്ചതനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രവർത്തി തുടങ്ങിയത്. അപ്പോൾ അതല്ല പൊതിച്ചോറല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞങ്ങൾ തന്നെ ചെയ്ത് ഒന്നും കാശൊന്നും പിരിച്ചില്ല, പക്ഷെ ഉൽപ്പന്നങ്ങൾ പിരിച്ചു. വിവിധ പാർട്ടി ഘടകങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടു തന്നു. പിന്നെ സുമനസ്സുകളൊക്കെ അരി വാങ്ങി തന്നു. അങ്ങനെ എല്ലാം ചേർന്ന് കളക്ട് ചെയ്യുന്ന സാധനം കൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായി കോവിഡ് രോഗികൾക്കും കുടിയിരിപ്പുകാർക്കും ഈ മെഡിക്കൽ കോളേജിൽ 1.5 വർഷക്കാലത്തോളം സൗജന്യ ഭക്ഷണം കൊടുത്തിരുന്നത് അഭയത്തിൻ്റെ പേരിൽ ഞാനും ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി വേണുഗോപാലും ചേർന്ന് ആ പ്രവൃത്തി ഞങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ഡിവൈഫൈ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളതേ, അമ്മമാരൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യനാ, അതുപോലെ കാണണം. മോന് ഭക്ഷണമൊക്കെ കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണങ്ങളും അതുപോലെ ഈ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ടോ? ഞാൻ കൃത്യമായി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നടക്കും. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് യോഗ ചെയ്യും. ഒരു 10-20 വർഷത്തിൽ 4 നൂറ്റാണ്ടായി യോഗ ഒരു ദിനചര്യയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയും യോഗ ചെയ്യണം. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ഒരുപോലെ ചലിപ്പിക്കുന്നതാണ് യോഗ. ആ യോഗ കൃത്യമായി ചെയ്തു പോയാൽ ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. അത് ഒരു ദിനചര്യയാക്കിയാൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല മെമ്മറി പവർ കിട്ടും. അത് എപ്പോഴും സമാധാനം. അത് മോളും പരിശീലിക്കുന്നത് നല്ലതാണ്. വലിയ തടി ഉണ്ടാവാതിരിക്കും ഈ യോഗ ചെയ്തു പോയാൽ. ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ രാവിലത്തെ നടക്കും, പക്ഷെ പിന്നെയുള്ളതെല്ലാം പരിപാടിയുടെ അനുസരിച്ചിരിക്കും. അത് ചിലപ്പോൾ 3 മണിയൊക്കെ ആവും ഉച്ചഭക്ഷണം. റൈസ് അങ്ങനെ കഴിക്കാറില്ല, മില്ലറ്റുകളാണ് കഴിക്കാറുള്ളത്. അങ്കിൾ എന്നും ഞങ്ങളിൽ ഒരാളാണ്. എപ്പോഴും
ഇന്ന് ഞങ്ങളുടെ മാത്രമായിട്ട് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായിട്ട് നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നമ്മുടെ വാസവൻ ചേട്ടന്, എൻ്റെ വാസവൻ അങ്കിളിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ മറക്കേയില്ലാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് ഇന്നേ വരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്കിള് ഹാപ്പി അല്ലേ? എന്റെ എല്ലാവിധ കുഞ്ഞു കുഞ്ഞു ആശംസകളും തെരഞ്ഞെടുപ്പ് വരികയാണ്. കുഞ്ഞല്ല വലുതാ.